ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തമ്പായ്സ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ ഉച്ചയോടിൻ്റെ റെസിപ്പി ഇട്ടപ്പം അതിലൊരു ഉണക്കമീൻ കറി കാണിച്ചിരുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ ഇടുന്നത്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും ഉലുവയിട്ട് നല്ലോണം പൊട്ടി വരുമ്പോൾ 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി, 1 സ്പൂൺ തേങ്ങാക്കൊത്ത്, ഇത് കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ അതിലേക്ക് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പം ഇതിലേക്ക് നമ്മുടെ സാമ്പാറിന് കഷ്ണങ്ങൾ അരിയില്ലേ, അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു ചെറിയ അരമുറി സവാള, പിന്നെ 2 പച്ചമുളക്, ചെറിയൊരു ചേമ്പിൻ്റെ കഷ്ണം, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി ആ അരപ്പെല്ലാം ഈ കഷ്ണങ്ങളിലേക്ക് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു വലിയ കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു ഇച്ചിരി ഉപ്പേ ഇടാവുള്ളൂ, വളരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഉണക്കമീൻ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ചേർക്കാവുള്ളൂ. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഉണക്കമീൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ അടച്ച് വെച്ച് കഷ്ണങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമുക്ക് ചോറുണ്ണാൻ ഈ ഉണക്കമീൻ കറി മാത്രം മതി. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് മീൻകറി റെഡിയാക്കി എടുക്കാൻ പറ്റും. എനിക്ക് മീൻകറിയൊക്കെ നല്ലപോലെ തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, കഷ്ണം തന്നെ ഇപ്പോൾ ഈ സ്പൂണിട്ട് കൊത്തുമ്പോഴത്തേക്ക് കഷ്ണം നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ചാറൊക്കെ പറ്റിച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മീൻകറി ചാറൊക്കെ പറ്റി നല്ലപോലെ നല്ല ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.